യു ജി സി നെറ്റ് കൊമേഴ്സ് അതിൽ യൂണിറ്റ് 3 വരുന്ന, അതായത് ബിസിനസ് എക്കണോമിക്സിൽ വരുന്ന ഒരു ടോപ്പിക്കാണ് ലോ ഓഫ് വേരിയബിൾ പ്രപ്പോർഷൻ ആൻഡ് ലോ ഓഫ് റിട്ടേൺസ് സ്കെയിൽ. ടോപ്പിക്ക് വളരെ സിമ്പിളാണ്, പക്ഷെ എന്നാലും നമ്മളത് പഠിച്ചിരിക്കണം. കാരണം ഇതിൽ നിന്ന് എല്ലാ വർഷവും മിനിമം ഒരു ക്വസ്റ്റ്യനെങ്കിലും ചോദിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് തിയറി പാർട്സിലേക്ക് പോകുന്നതിന് മുന്നോടിയായിട്ട് കഴിഞ്ഞ വർഷങ്ങളിൽ റീസെൻ്റ്ലി ചോദിച്ച ഒരു 2 ക്വസ്റ്റ്യൻ ഒന്ന് അനലൈസ് ചെയ്തിട്ട് പോകാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ലോ ഓഫ് വേരിയബിൾ പ്രപ്പോർഷനായിട്ട് ബന്ധപ്പെട്ട 3 സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. അതിൽ ഏതൊക്കെയാണ് കറക്റ്റ് എന്നാണ്. ഓക്കെ. ദെൻ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ലോ ഓഫ് റിട്ടേൺസ് സ്കെയിൽ ഏത് പീരീഡിലാണോ ഓപ്പറേറ്റ് ചെയ്യുന്നത്, മീൻസ് റൺ ചെയ്യുന്നത്, ഷോർട്ട് റൺ ആണോ ലോങ് റൺ ആണോ മാർക്കറ്റ് പീരീഡ് ആണോ വെരി ഷോർട്ട് റൺ ആണോ എന്നുള്ളതാണ്. ഓക്കെ. അപ്പോൾ നമുക്ക് ഈ തിയറി പാർട്സ് ഒക്കെ നോക്കി വന്നിട്ട് ക്വസ്റ്റ്യൻ്റെ ആൻസർ ചെയ്യാം. അപ്പോൾ എന്താ ലോ ഓഫ് വേരിയബിൾ പ്രപ്പോർഷൻ എന്ന് വെച്ചാൽ, ലോ ഓഫ് വേരിയബിൾ പ്രപ്പോർഷൻ പ്രകാരം നമുക്കൊരു പ്രൊഡക്ഷനിൽ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ടാവും അല്ലേ. അതിൽ ഒരു ഫാക്ടർ എന്തായിരിക്കും, വേരിയബിൾ ആയിരിക്കും. 1 ഫാക്ടർ വേരിയബിൾ ആൻഡ് അതർ ഫാക്ടേഴ്സൊക്കെ എന്താ, കോൺസ്റ്റൻറ്റ് എന്ന് പറഞ്ഞാൽ ഫിക്സഡ് എന്നാണ് അർത്ഥം കേട്ടോ. അപ്പം ലോ ഓഫ് വേരിയബിൾ പ്രപ്പോർഷൻ ഓപ്പറേറ്റ് ചെയ്യുന്നത് എവിടെ നിന്നാണ്, ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷനാണെന്ന് ഓർമ്മിച്ച് വെക്കുക. ദെൻ അവിടെ ഒരു ഫാക്ടർ വേരിയബിളും, അറ്റ്ലീസ്റ്റ് ഒരു ഫാക്ടർ എന്തായാലും വേരിയബിൾ ആയിരിക്കണം. ഓക്കെ, ഒരു ഫാക്ടർ മാത്രമേ വേരിയബിൾ ആയിരിക്കുള്ളൂ, ബാക്കിയുള്ള ഫാക്ടേഴ്സൊക്കെ എന്തായിരിക്കും, ഫിക്സഡ് ആയിരിക്കും. ഇനി ഈ ഒരു തിയറിയിൽ നമ്മൾ മറ്റൊരു പേര് കൊണ്ട് അറിയപ്പെടുന്നുണ്ട്, ലോ ഓഫ് ഡിമിനിഷിംഗ് റിട്ടേൺ. ദെൻ ഈ തിയറി ഡെവലപ്പ് ചെയ്ത ആൾക്കാരാണ് ആൽഫ്രഡ് മാർഷൽ, റോബിൻസൺ ആൻഡ് സാമുവൽസൺ. ഓക്കെ. ഇനി ഇതിൻ്റെ അസംഷൻസ് ആണ്. അസംഷൻസ് പ്രകാരം ടെക്നോളജി എന്താണ്, കോൺസ്റ്റൻ്റ് ആണ്. ടെക്നോളജി ഈസ് കോൺസ്റ്റൻറ്റ്. ദെൻ ലേബർ ഈസ് ദി ഓൺലി വാരിയബിൾ ഫാക്ടർ. ഞാൻ പറഞ്ഞു ഒരു വാരിയബിൾ ഫാക്ടർ മാത്രമേ ഉണ്ടാവുള്ളൂ, അതെന്താണ്, ലേബറാണ്. ഇനി അറ്റ്ലീസ്റ്റ് 1 ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ ഈസ് ഫിക്സഡ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു ഫാക്ടർ വേരിയബിളും മറ്റുള്ള ഫാക്ടേഴ്സൊക്കെ എന്തായിരിക്കണം, ഫിക്സഡ് ആയിരിക്കണം. ഓക്കെ. ദർ മസ്റ്റ് ബി പോസിബിലിറ്റി ഓഫ് വാരിയിങ് ദി പ്രപ്പോർഷൻ ഓഫ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ നമ്മളത് യൂസ് ചെയ്യുമ്പം അല്ലെങ്കിൽ ഇൻപുട്ടായിട്ട് കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ പ്രപ്പോർഷൻ എന്താവാനുള്ള ചാൻസ് ഉണ്ട്, വേരി ചെയ്യാനുള്ള, മീൻസ് ചേഞ്ച് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഒരു അസംഷനും കൂടി ഉണ്ട്. ഓൾ യൂണിറ്റ്സ് ഓഫ് ലേബേഴ്സ് ആർ ഹോമോജീനിയസ്. ഓൾ യൂണിറ്റ്സ് ഓഫ് ലേബേഴ്സ് ആർ ഹോമോജീനിയസ്. ഇത്രയുമാണ് ഇതിൻ്റെ അസംഷൻസ് ആയിട്ട് വരുന്നത്. ഒന്നാമത്തെ എന്താണ്, ടെക്നോളജി കോൺസ്റ്റൻറ്റ്, ഒരു ചേഞ്ചും ടെക്നോളജിയിൽ വരുന്നില്ല. ഞാൻ പറഞ്ഞു ഒരു വാരിയബിൾ ഫാക്ടർ ഉണ്ടെന്ന് പറഞ്ഞു, ആ വാരിയബിൾ ഫാക്ടർ എന്താണ്, ലേബറാണ്. ദെൻ അറ്റ്ലീസ്റ്റ് 1 ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഈസ് ഫിക്സഡ്. Then there must be a possibility of varying the proportion of factors of production. Factors of production നിങ്ങൾക്കറിയാം, ലാൻഡ്, ലേബർ, ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ, ഇതൊക്കെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനിൽ വരുന്നതാണ് അല്ലേ. അപ്പോൾ there must be possibility of varying the proportion. നമ്മൾ ഇൻപുട്ടിൽ പ്രപ്പോർഷനിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, ചേഞ്ചസ് വരുത്താൻ പറ്റണം. ദെൻ ഓൾ യൂണിറ്റ്സ് ഓഫ് ലേബേഴ്സ് ആർ ഹോമോജീനിയസ്. നമ്മൾ പറഞ്ഞു ലേബറാണ് ഒരേ ഒരു ഇൻപുട്ട് വേരിയബിൾ എന്ന് പറയണം. ആ ഇൻപുട്ട് വേരിയബിൾ എന്തായിരിക്കണം, ഹോമോജീനിയസ്, എല്ലാവരും ഒരേപോലെയുള്ളതായിരിക്കണം. ഓക്കെ, അതാണ് അതിൻ്റെ അസംഷൻസ്. ഈ അസംഷൻസിൻ്റെ ബേസിലാണ് ലോ ഓഫ് വേരിയബിൾ പ്രപ്പോർഷൻ എന്ന് പറയുന്ന തിയറി ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഇനി ഈ ഒരു കൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി നമ്മളൊരു ടേബിൾ കാണിക്കുകയാണ്. ആ ടേബിൾ ഇതാണ്. ഒരു ഫാക്ടർ ഫിക്സഡ് ആണ്, അത് ലാൻഡാണ്. ഓക്കെ, ലാൻഡ് നമ്മൾ പറഞ്ഞു, ലാൻഡ്, ലേബർ, ഇതൊക്കെ എന്താണ്, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനാണ്. അതിൽ നമ്മൾ ലാൻഡിനെ എന്തായിട്ട് എടുത്തു, ഫിക്സഡ് ആയിട്ട് എടുത്തു. കാരണം എന്തുകൊണ്ടാണ് ഫിക്സഡ് എന്ന് പറയുമ്പോൾ ഒരു സ്ഥലത്തും ലാൻഡ് ചേഞ്ച് ചെയ്യുന്നില്ല. ഓക്കെ, മുഴുവൻ ആക്ടിവിറ്റിയിലും 10 തന്നെയാണ് ലാൻഡ്. ദെൻ യൂണിറ്റ്സ് ഓഫ് ലേബർ നോക്കിയാൽ നിങ്ങൾ ആദ്യം 0 ആണ്, പിന്നെ 1, 2, 3, 4 എന്നിട്ട് ഒരു ഇൻക്രീസിങ് ലെവലിലേക്ക് പോവുകയാണ്. അപ്പം നമ്മളിവിടെ വാരിയബിൾ ഫാക്ടറായിട്ട് എടുത്ത എന്താണ്, ലേബറിനെയാണ്. ഓക്കെ, ലേബർ ഈസ് ദി വാരിയബിൾ ഫാക്ടർ ആൻഡ് ലാൻഡ് ഈസ് ദി ഫിക്സഡ് ഫാക്ടർ. അപ്പോൾ നിങ്ങൾ നോക്കി, ടോട്ടൽ പ്രൊഡക്റ്റ് ഗ്രാജുവലി കൂടുന്നുണ്ട് അല്ലേ. 0, 10, 30, 60, 80, 90. പിന്നെ എന്താ ചെയ്യുന്നത്, 90 വീണ്ടും ഒന്ന് റിപ്പീറ്റ് ആവുന്നു, പിന്നെ അത് കുറയുന്നു ആണല്ലോ. അപ്പം നമ്മൾ ഈ ഒരു സിനാരിയോനെ നമ്മൾ 3 സ്റ്റേജസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട് വേരിയബിൾ പ്രപ്പോർഷനിൽ. ഏതൊക്കെയാണ്, 1 ഇൻക്രീസിങ് റിട്ടേൺ, 2 ഡിക്രീസിങ് റിട്ടേൺ, 3 നെഗറ്റീവ് റിട്ടേൺ. ഓക്കെ, അപ്പം ടോട്ടൽ പ്രൊഡക്റ്റ് ആദ്യം കൂടുന്നുണ്ട്, പിന്നെ ഒരു ചേഞ്ച് ഇല്ലാതെ നിൽക്കുന്നുണ്ട്, പിന്നെ എന്ത് ചെയ്യുന്നുണ്ട്, കുറയുന്നുണ്ട് അല്ലേ.
ഇനി ആവറേജ് പ്രൊഡക്റ്റ് നോക്കി നിങ്ങൾ, ആവറേജ് പ്രൊഡക്റ്റും മാർജിനൽ പ്രൊഡക്റ്റും ആദ്യം കൂടുകയാണ്, പിന്നെന്താണ്, പിന്നെ കൂടുന്നില്ല, പക്ഷെ പിന്നെന്താണ്, കുറയുകയാണ്. മാർജിനൽ പ്രൊഡക്റ്റ് നോക്കി കൂടുകയാണ്, കുറയുകയാണ്, അവസാനം എവിടെ എത്തുന്നുണ്ട്, നെഗറ്റീവിലെത്തുന്നുണ്ട്. എവിടെ എത്തുന്നുണ്ട്, നെഗറ്റീവിലെത്തുന്നുണ്ട്. ഓക്കെ, അപ്പം ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു അനാലിസിസ് നടത്താം. അപ്പോൾ അത് നമ്മൾ ഈ പറഞ്ഞ ടേബിളിനെ ഒരു പിക്ചറൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ 3 സ്റ്റേജസിനെ ഇവിടെ മാർക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും അല്ലേ. ഒന്നാമത്തെ സ്റ്റേജ് എന്താണ്, ഇൻക്രീസിങ് റിട്ടേൺ. രണ്ടാമത്തെ സ്റ്റേജ് ഡിക്രീസിങ് അല്ലെങ്കിൽ ഡിമിനിഷിങ് റിട്ടേൺ. മൂന്നാമത്തത് നെഗറ്റീവ് റിട്ടേൺ. ഓക്കെ, അപ്പം നെറ്റിന് വേണ്ടിയിട്ട് ഇത് തമ്മിലുള്ള റിലേഷൻഷിപ്പ് ചോദിക്കാറുണ്ട്. മാർജിനൽ പ്രൊഡക്റ്റ് ഗ്രേറ്റർ ദാൻ ആവറേജ് പ്രൊഡക്റ്റ് ആകുന്ന സമയത്ത് ആവറേജ് പ്രൊഡക്റ്റിൻ്റെ സിറ്റുവേഷൻ എന്താണെന്നുള്ളതാണ്. ആവറേജ് പ്രൊഡക്റ്റ് റൈസ് ചെയ്യുന്നതായിരിക്കും. അത് നിങ്ങൾക്ക് ഗ്രാഫ് നോക്കിയാൽ മനസ്സിലാവും. എന്താ പറഞ്ഞത്, മാർജിനൽ പ്രൊഡക്റ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ആവറേജ് പ്രൊഡക്റ്റ്. മാർജിനൽ പ്രൊഡക്റ്റ് ആവറേജ് പ്രൊഡക്റ്റിനെക്കാട്ടും കൂടുതലാകുന്ന സമയത്ത് ആവറേജ് പ്രൊഡക്റ്റ് എന്ത് ചെയ്യാണ് ചെയ്യുന്നത്, ഇവിടെ റൈസ് ചെയ്യാണ് ചെയ്യുന്നത്. റൈസിങ് മീൻസ് കൂടിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ഫസ്റ്റ് പോയിന്റ്. രണ്ടാമത്തെ, വെൻ മാർജിനൽ പ്രൊഡക്റ്റ് ഈസ് ഈക്വൽ ടു ആവറേജ് പ്രൊഡക്റ്റ്. മാർജിനൽ പ്രൊഡക്റ്റും ആവറേജ് പ്രൊഡക്റ്റും ഈക്വൽ ആകുന്ന സമയത്ത് ആവറേജ് പ്രൊഡക്റ്റ് എവിടെ എത്തിയിട്ടുണ്ടാവും, അതിൻ്റെ മാക്സിമത്തിൽ എത്തിയിട്ടുണ്ടാവും. നിങ്ങൾ നോക്കി, മാർജിനൽ പ്രൊഡക്റ്റും ആവറേജ് പ്രൊഡക്റ്റും ഈക്വൽ ആകുന്ന സമയത്ത് ആവറേജ് പ്രൊഡക്റ്റ് അതിൻ്റെ മാക്സിമത്തിലാണ്. എവിടെ ഈക്വൽ ആകുന്നത്, ഇവിടെ ഈക്വൽ ആകുന്നത്. ഈക്വൽ ആകുമ്പം ആവറേജ് പ്രൊഡക്റ്റിൻ്റെ മാക്സിമമാണ്. പിന്നെ അതെന്ത് ചെയ്യാണ്, താഴോട്ടേക്ക് വരികയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്തെന്താ പറയുന്നത്, വെൻ മാർജിനൽ പ്രൊഡക്റ്റ് ഈസ് ലെസ് ദാൻ ആവറേജ് പ്രൊഡക്റ്റ് ഫോൾസ്. മാർജിനൽ പ്രൊഡക്റ്റ് ആവറേജ് പ്രൊഡക്റ്റിനെക്കാട്ടും കുറയുന്ന സമയത്ത് എന്ത് ചെയ്യുന്ന പറയുന്നത്, ആവറേജ് പ്രൊഡക്റ്റ് ഫോൾ ചെയ്യുന്നതാണ് പറയുന്നത്. ഓക്കെ, മാർജിനൽ പ്രൊഡക്റ്റ് ലെസ് ദാൻ ആവറേജ് പ്രൊഡക്റ്റ്, മാർജിനൽ പ്രൊഡക്റ്റ് ആവറേജ് പ്രൊഡക്റ്റിനെക്കാട്ടും താഴോട്ട് വരുമ്പം ആവറേജ് പ്രൊഡക്റ്റ് എന്താവുകയാണ് ചെയ്യുന്നത്, ഫോളിങ് മീൻസ് താഴോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഇനി when total product is at its maximum, marginal product is 0. ടോട്ടൽ പ്രൊഡക്റ്റ് മാക്സിമത്തിലെത്തുമ്പോൾ മാർജിനൽ പ്രൊഡക്റ്റ് 0 ആണെന്നാണ് പറയുന്നത്. നോക്കാം നമുക്ക് അങ്ങനെ തന്നെയാണോ എന്നുള്ളത്. ടോട്ടൽ പ്രൊഡക്റ്റ് എവിടെയാണ് മാക്സിമത്തിലെത്തുന്നത്, ഈ ഒരു പോയിന്റിലെത്തില്ലേ. ഓക്കെ, ടോട്ടൽ പ്രൊഡക്റ്റ് മാക്സിമം പോയിന്റിലേക്ക് എത്തുന്ന സമയത്ത് മാർജിനൽ പ്രൊഡക്റ്റ് എന്താണ്, 0 ടച്ച് ചെയ്യണം. ക്ലിയർ ആണോ? ടോട്ടൽ പ്രൊഡക്റ്റ് മാക്സിമത്തിലെത്തി, മാർജിനൽ പ്രൊഡക്റ്റ് എവിടെ എത്തി, 0 ഇനി ലാസ്റ്റ് എന്താ പറയുന്നത്, ടോട്ടൽ പ്രൊഡക്റ്റ് ഫോൾ, അതായത് കുറഞ്ഞു വരുന്ന സമയത്ത് മാർജിനൽ പ്രൊഡക്റ്റ് എന്തായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, ഇവിടെ നിങ്ങൾ നോക്കിയേ, ടോട്ടൽ പ്രൊഡക്റ്റ് ഫോൾ ചെയ്ത് താഴോട്ട് വരികയാണ്. അപ്പോൾ മാർജിനൽ പ്രൊഡക്റ്റ് എന്താണ്, ഈ ലൈൻ കട്ട് ചെയ്തിട്ട് താഴോട്ടേക്ക് പോവുകയാണ്. അതിൻ്റെ അർത്ഥം മാർജിനൽ പ്രൊഡക്റ്റ് നെഗറ്റീവ് ആകുകയാണെന്നതിൻ്റെ അർത്ഥം. ഓക്കെ ആണല്ലോ. അപ്പോൾ ഈ ഒരു റിലേഷൻ നിങ്ങൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ടൊന്ന് ഓർത്ത് വെക്കാം. നമ്മൾ ഇപ്പം 3 ഫേസ് പറഞ്ഞു, ഇൻക്രീസിങ് റിട്ടേൺ, ഡിമിനിഷിങ് റിട്ടേൺ, നെഗറ്റീവ് റിട്ടേൺ. അപ്പം ഇൻക്രീസിങ് റിട്ടേണിൽ ടോട്ടൽ പ്രൊഡക്റ്റ് കൂടുകയാണ്. എങ്ങനെ കൂടുന്ന, അറ്റ് ഇൻക്രീസിങ് റേറ്റ്. ആൻഡ് മാർജിനൽ പ്രൊഡക്റ്റ് ഇൻക്രീസ്, എല്ലാം ഇൻക്രീസ് ആണ്. ഡിമിനിഷിൽ എന്താണ്, ടോട്ടൽ പ്രൊഡക്റ്റ് കൂടുന്നുണ്ട്, പക്ഷേ എന്താണ്, ഒരു ഡിക്രീസിങ് റേറ്റ് ആണ്. വലിയൊരു എന്താണ്, ഇൻക്രീസ് ഇല്ല, എന്നാലും കൂടുന്നുണ്ട്. മാർജിനൽ പ്രൊഡക്റ്റ് എന്താകുന്നുണ്ട്, ഡിക്രീസ് ആവുന്നുണ്ട്, പക്ഷേ നെഗറ്റീവ് ആയിട്ടില്ല. പക്ഷേ നെഗറ്റീവ് റിട്ടേണിൽ എന്താകുന്നുണ്ട്, ടോട്ടൽ പ്രൊഡക്റ്റ് കുറയാണ്, മാർജിനൽ പ്രൊഡക്റ്റ് എന്താവും, നെഗറ്റീവ് ആവും. ഓക്കെ, അപ്പോൾ ഈ ഒരു റിലേഷൻ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ഓർത്ത് വെക്കാം. ഇനി എന്തുകൊണ്ടാണ് ഈ ഒരു ലോ ഓഫ് വേരിയബിൾ പ്രപ്പോർഷൻ തിയറി പ്രകാരം ആദ്യം ഇൻക്രീസിങ് റിട്ടേൺ, പിന്നെ ഡിമിനിഷിങ് റിട്ടേൺ, പിന്നെ നെഗറ്റീവ് റിട്ടേൺ വരുന്നതെന്നാണ് ഈ ഒരു സെൻറ്റൻസിൽ പറയുന്നത്. ആസ് മോർ ആൻഡ് മോർ യൂണിറ്റ്സ് ഓഫ് variable input are applied to fixed inputs, the marginal product of the variable input initially increases, then decreases and eventually become negative. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ലാൻഡ് എന്താണ്, ഫിക്സഡ് ആണ്. ലേബർ എന്താണ്, വേരിയബിൾ ആണ്. ലാൻഡിൽ നമ്മളൊരു ചേഞ്ചും വരുത്തുന്നില്ല. സപ്പോസ് ഒരു എന്താണ് 1 ഏക്കർ ലാൻഡ് എന്ന് വയ്ക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ഒരു 10 ലേബറിനെ കൊടുത്തു, പിന്നെ അത് 50 ആക്കി, 100 ആക്കി. അപ്പോൾ ലേബർ ഇങ്ങനെ കൂട്ടി പോയില്ലേ നമ്മൾ ചെയ്യുന്നത്. പക്ഷേ ലാൻഡിന് നമ്മളെന്തും ചെയ്യുന്നുണ്ടോ, ആ 1 ഏക്കർ ലാൻഡ് തന്നെ അല്ലേ. അപ്പം
നമ്മൾ ആവശ്യത്തിലധികം ലേബേഴ്സിനെ ഒരു ലാൻഡിലേക്ക് ഇൻപുട്ടായിട്ട് കൊടുക്കുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടില്ല? പ്രൊഡക്ഷൻ റിസൾട്ട് കിട്ടുമോ? ഇല്ല. ആദ്യമൊക്കെ നമ്മൾ ഇപ്പോൾ 10-50 ആക്കുമ്പം ചിലപ്പം നമ്മുടെ പ്രൊഡക്ഷനൊക്കെ കൂടും, 50-100 ആക്കുമ്പോഴും കൂടും. പിന്നെയും നമ്മൾ ലേബേഴ്സിനെ മാത്രം വാരി ചെയ്യുക, മീൻസ് ലാൻഡിലൊന്നും ചെയ്യുന്നില്ല എങ്കിൽ നമ്മുടെ പ്രൊഡക്ടിവിറ്റി എന്താ ചെയ്യുക? പിന്നെ കുറഞ്ഞ് അത് നെഗറ്റീവിലേക്ക് എത്തും. അതാണ് ഈ തിയറീൻ്റെ ബേസ് അസംഷൻ എന്ന് പറയുന്നത്. അത് ഓർമ്മിച്ച് വെക്കണേ. ഇനി മറ്റൊരു ടേമാണ് ലോ ഓഫ് റിട്ടേൺസ് ടു സ്കെയിൽ. അപ്പോൾ ലോ ഓഫ് വേരിയബിൾ പ്രപ്പോർഷൻ ഷോർട്ട് റണ്ണിലാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ലോ ഓഫ് റിട്ടേൺസ് ടു സ്കെയിൽ അപ്ലൈ ചെയ്യുന്ന എവിടെയാണ്? ലോങ് റണ്ണിലാണ് കേട്ടോ. അപ്പം ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ലോ ഓഫ് വേരിയബിൾ പ്രപ്പോർഷനിൽ നമ്മൾ ഒരു ഫാക്ടർ മാത്രമേ വേരിയബിൾ പറഞ്ഞത്. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഓൾ ഇൻപുട്സ്, അതായത് ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, റോ മെറ്റീരിയൽ എല്ലാം എന്താണെന്നാണ്? സെയിം പ്രപ്പോർഷനിൽ ചേഞ്ച് ആവുകയാണ് ഇൻ ദി ലോങ് റൺ. ശ്രദ്ധിക്കണേ, ഇത് ലോങ് റണ്ണിലാണ് വരുന്നത്. ഇനി താഴെ ഒരു സെൻറ്റൻസ് കൂടി പറയുന്നുണ്ട്, സെയിം സെൻറ്റൻസ് തന്നെയാണ്. ഇൻ ദി ലോങ് റൺ ഓൾ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആർ വേരിയബിൾ. എല്ലാ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനും വേരിയബിൾ ആണ്, ഒറ്റ ഫാക്ടർ പോലും ഫിക്സഡ് ആയിട്ടില്ല. ഓക്കെ, അതാണ് ഈ ഒരു ലോ ഓഫ് റിട്ടേൺസ് സ്കെയിലിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ്. അതേപോലെ തന്നെ ഇത് ലോങ് റണ്ണിലുള്ളൊരു പ്രൊഡക്ഷൻ ഫംഗ്ഷൻ കൂടിയാണ്. ഓക്കെ, ദെൻ ഇതിൻ്റെ ഒരു അസംഷൻസ് ആണ്. ഒന്ന് ലോങ് റൺ ടൈം ഫ്രെയിം നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ. ദെൻ ഫിക്സഡ് ടെക്നോളജി ഒന്നും എന്ത് ചെയ്യുന്നില്ല? ചേഞ്ച് ചെയ്യുന്നില്ല. ഹോമോജീനിയസ് ഇൻപുട്സ്, ഇത് രണ്ടും നമ്മൾ നേരത്തെ പഠിച്ചതായിട്ട് സിമിലറാണ്. അതായത് അവിടെ എന്ത് പഠിച്ചിട്ടുണ്ട്? നമ്മൾ ടെക്നോളജി കോൺസ്റ്റൻ്റ് ആണെന്ന് പഠിച്ചിട്ടുണ്ട്. ദെൻ ഹോമോജീനിയസ് ഇൻപുട്ടും പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ദെൻ ഇവിടെയും 3 സ്റ്റേജസ് ഉണ്ട്. ഇൻക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിൽ, കോൺസ്റ്റൻറ്റ് റിട്ടേൺസ് ടു സ്കെയിൽ, ഡിക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിൽ. ഇത് സംഭവം എക്സ്പ്ലെയിൻ ചെയ്യാൻ വളരെ ഈസിയാണ്. അതായത് നിങ്ങൾ ഇൻപുട്ടിൽ ഒരു 100% ചേഞ്ച് വരുത്തിയിട്ട് നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് 120% കിട്ടുക. അതിനാണ് നമ്മൾ എന്ത് വിളിക്കുക? ഇൻക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിൽ. ഓക്കെ, അതായത് മോർ ദാൻ പ്രപ്പോർഷനേറ്റ് ഇൻക്രീസ് ഇൻ ഔട്ട്പുട്ട് വെൻ ഓൾ ഇൻപുട്സ് ആർ ഇൻക്രീസ്ഡ് ഈക്വലി. എല്ലാ ഇൻപുട്സിലും കൂടി 100% ചേഞ്ച്, പക്ഷെ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എത്രയാണ്? 120%. ഇനി രണ്ടാമത് കോൺസ്റ്റൻറ്റ് റിട്ടേൺസ് ടു സ്കെയിൽ. നിങ്ങൾ 100% ഇൻപുട്സിൽ ചേഞ്ച് വരുത്തി, പക്ഷെ നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ടും ഔട്ട്പുട്ടും എന്താണ്? 100%. ദാറ്റ് ഈസ് കോൺസ്റ്റൻറ്റ്, ചേഞ്ച് ഇല്ല. ഓക്കെ, ദെൻ ഡിക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിൽ എന്താ? നിങ്ങളൊരു 100% ചേഞ്ച് നിങ്ങൾ ഇൻപുട്ടിൽ വരുത്തി, പക്ഷെ നിങ്ങളുടെ ഔട്ട്പുട്ടിൽ എത്ര നിങ്ങൾക്ക് ചേഞ്ച് കിട്ടുന്നുള്ളൂ? 80% മാത്രമേ ഔട്ട്പുട്ട് ഇൻക്രീസ് ആവുന്നുള്ളൂ എങ്കിൽ, അതായത് നിങ്ങൾ ഇൻപുട്ട് ഇൻക്രീസിനേക്കാളും കുറഞ്ഞ പ്രപ്പോർഷനിലാണ് നിങ്ങൾക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത് എങ്കിൽ ദാറ്റ് ഈസ് നോൺ ആസ് ഡിക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിൽ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം? ഓർത്ത് വെക്കാം. ഇനി നമുക്ക് ആ ക്വസ്റ്റ്യനിലേക്ക് പോവാം. നമ്മൾ ഫസ്റ്റ് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നില്ലേ? കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് അബൌട്ട് ദി ലോ ഓഫ് വേരിയബിൾ പ്രപ്പോർഷൻ. അതിൽ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ഇൻപുട്ട് റേഷ്യോ റിമൈൻ അൺചേഞ്ച്ഡ്. അങ്ങനെയാണോ നമ്മൾ പഠിച്ചത് അസംഷനിൽ? അല്ലല്ലോ. ഇൻപുട്ട് റേഷ്യോ എന്താവുന്നുണ്ട്? വേരി ചെയ്യുന്നുണ്ട്. വേണമെങ്കിൽ നമുക്കൊന്ന് ബാക്ക് അടിച്ച് നോക്കാം കേട്ടോ. നാലാമത്തെ അസംഷൻ നിങ്ങൾ നോക്കി, ദർ മസ്റ്റ് ബി പോസിബിലിറ്റി ഓഫ് വേരിയിങ് ദി ഇൻപുട്ട് പ്രപ്പോർഷൻ. ഇൻപുട്ട് പ്രപ്പോർഷൻ വേരി ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഇവിടെ എന്താ പറയുന്നത്? ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ക്വസ്റ്റ്യനിൽ ഇൻപുട്ട് റേഷ്യോ റിമൈൻ അൺചേഞ്ച് എന്ന് വെച്ചാൽ കോൺസ്റ്റൻ്റ് ആണ്. അങ്ങനെയാണോ? അല്ലല്ലോ. സെക്കൻഡ് വൺ നോക്കി, അൾട്ടിമേറ്റ് ദി മാർജിനൽ ആൻഡ് ആവറേജ് പ്രൊഡക്റ്റ് ഓഫ് വേരിയബിൾ ഇൻപുട്ട് ബിക്കം നെഗറ്റീവ്. അതും തെറ്റല്ലേ? നമ്മൾ നേരത്തെ എന്താ പഠിച്ചത്? ആവറേജ് പ്രൊഡക്റ്റ് കുറയുമെന്ന് പഠിച്ചിട്ടുണ്ട്, പക്ഷേ നെഗറ്റീവ് ആവുമെന്ന് പഠിച്ചിട്ടുണ്ടോ? നെഗറ്റീവ് ആവുന്ന ഏത് മാത്രമാണ്? മാർജിനൽ പ്രൊഡക്റ്റാണ്. ഇവിടെ എന്താ പറയുന്നത്? അൾട്ടിമേറ്റ്ലി ദി മാർജിനൽ ആൻഡ് ആവറേജ് പ്രൊഡക്റ്റ് രണ്ടും നെഗറ്റീവ് ആവുന്നതാണ്. അത് തെറ്റാണ്. ദെൻ മൂന്നാമത്തെ നോക്കി, എഫക്റ്റ് ഓഫ് ടെക്നോളജിക്കൽ ചേഞ്ചസ് ഇസ് വിസിബിൾ ഓൺ ഔട്ട്പുട്ട്. അതും തെറ്റാണ്. നമ്മളെന്താ പറഞ്ഞത്? ടെക്നോളജിക്കൽ ചേഞ്ച് ഉണ്ടാവില്ല, അല്ലെങ്കിൽ ടെക്നോളജിക്കൽ ചേഞ്ച് എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. ടെക്നോളജി കോൺസ്റ്റൻ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആൻസർ വരിക നൺ ഓഫ് ദി സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ് ആണ്. ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്തെല്ലാം കറക്റ്റ് അല്ല. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദി ലോ ഓഫ് റിട്ടേൺസ് ടു സ്കെയിൽ ഓപ്പറേറ്റ്സ് ഇൻ ദി ഏത് പീരീഡിലാണെന്നാണ്? ഷോർട്ട് റൺ, ലോങ് റൺ, മാർക്കറ്റ് പീരീഡ്, വെരി ഷോർട്ട് പീരീഡ്.
ലോങ് റൺ ആണ്. ഓക്കെ, ലോ ഓഫ് റിട്ടേൺ സ്കെയിൽ എവിടെയാണ് അപ്ലൈ ചെയ്യുന്നത്? ലോങ് റണ്ണിലാണ്. ഇനി ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ ആണെങ്കിലോ എവിടെയായിരിക്കും? ഷോർട്ട് റണ്ണിലായിരിക്കും. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. ഈ ഒരു ഭാഗം വളരെ എളുപ്പമാണ്, എല്ലാ വർഷവും ക്വസ്റ്റ്യൻസ് എന്നാലും ചോദിക്കുന്നതുമാണ്. ഓക്കെ.